ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വളപ്രയോഗം. വളത്തിനായിട്ട് നമ്മൾ സാധാരണയായിട്ട് കഞ്ഞിവെള്ളം, കപ്പലണ്ടി പിണ്ണാക്ക് പോലുള്ളവയൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവയെല്ലാം നമുക്ക് സാധാരണ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ചെടികൾക്ക് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെടികൾ പെട്ടെന്ന് വളരാനും നല്ല ഹെൽത്തി ആയിട്ട് വളരാനും ചെടികൾക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാവാനും പെട്ടെന്ന് തന്നെ പൂക്കാനും കായ്ക്കാനും ഒക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ വേണം വളങ്ങൾ കൊടുക്കാനായിട്ട്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു വളം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള രീതിയിലുള്ള വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികളുടെ വേരുകൾക്ക് അത് വളരെ വേഗത്തിൽ വലിച്ചെടുക്കാൻ സാധിക്കും. അതനുസരിച്ച് നമ്മുടെ ചെടികൾ നല്ല ആരോഗ്യത്തോടു കൂടിയും നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരികയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വളം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം നമ്മൾ എല്ലാവരും തന്നെ ചെടികൾക്ക് കൊടുക്കാറുള്ള ഒന്നാണ്. ചെടികളിലെ നല്ലൊരു വളർച്ചയ്ക്കായിട്ടും അതുപോലെ തന്നെ കീടങ്ങളെ പ്രതിരോധിക്കാനായിട്ടും നമ്മൾ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് ഇലകളിൽ തളിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ വളമായിട്ട് കീടനാശിനിയായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് നമ്മുടെ ഈ കഞ്ഞിവെള്ളം. ഇനി ഈ കഞ്ഞിവെള്ളത്തിന്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കപ്പലണ്ടി പിണ്ണാക്കാണ്. ഒരു 2 പിടിയോളം കപ്പലണ്ടി പിണ്ണാക്ക് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കപ്പലണ്ടി പിണ്ണാക്കിൽ കൂടുതലായിട്ട് നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചെടികളുടെ വളർച്ചയുടെ ഘട്ടത്തിൽ ചെടികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു മൂലകമാണ് നൈട്രജൻ. നൈട്രജൻ കൂടാതെ ഫോസ്ഫറസും ഉപമൂലകങ്ങളും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചെടികൾക്ക് ഇത് ഏറെ ഗുണം ചെയ്യും. കപ്പലണ്ടി പിണ്ണാക്കും കഞ്ഞിവെള്ളവും നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. കപ്പലണ്ടി പിണ്ണാക്ക് നമ്മൾ സാധാരണയായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് പുളിപ്പിച്ചതിന് ശേഷം ഡയലൂട്ട് ചെയ്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പയറുപൊടിയാണ്. ചെറുപയർ മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുത്തതാണ്. അപ്പോൾ നല്ല പയർ തന്നെ വേണമെന്നില്ല. ഇപ്പോൾ മോശമായിട്ടുള്ള പയറൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പൊടിച്ചു ചേർക്കാം. ഇനി ചെറുപയർ തന്നെ വേണമെന്നില്ല. വൻപയർ ആണെങ്കിലും കടലയാണെങ്കിലും ഒക്കെ ഇതുപോലെ ഒന്ന് പൊടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ കപ്പലണ്ടി പിണ്ണാക്ക് ഒന്ന് മിക്സായി കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. സാധാരണ നമ്മൾ കപ്പലണ്ടി പിണ്ണാക്കൊക്കെ പുളിപ്പിക്കാനായിട്ട് വെക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ സ്മെല്ലൊന്നും ഇല്ലാതിരിക്കുന്നതിനായിട്ടും ഇത് വളരെ പെട്ടെന്ന് നമുക്ക് വളമായിട്ട് കിട്ടുന്നതിനായിട്ടും നമുക്ക് ഇതിലേക്ക് 1/2 ഗ്ലാസോളം തൈര് മിക്സിയിൽ നന്നായി അടിച്ചെടുത്തിട്ട് അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതൊരു 5 ദിവസം അടച്ചു വെച്ചതിന് ശേഷം ഡയലൂട്ട് ചെയ്ത് നമ്മുടെ ചെടികൾക്കെല്ലാം ഒഴിച്ചു കൊടുക്കാം. ഇത് പച്ചക്കറി ചെടികൾക്കാണെങ്കിലും പൂച്ചെടികൾക്കാണെങ്കിലും അതുപോലെ ചീര പോലുള്ള ഇലവർഗ്ഗങ്ങൾക്കാണെങ്കിലും ഒക്കെ നമുക്ക് ഒരേപോലെ ഉപയോഗിക്കാം. ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായി നേർപ്പിച്ചതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ വേനൽക്കാലത്ത് നമ്മൾ വെള്ളം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഇതുപോലുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള വളങ്ങളും നമ്മുടെ ചെടികൾക്ക് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ചെടികൾ നല്ല കരുത്തോടു കൂടിയും ആരോഗ്യത്തോടു കൂടിയും വളർന്നു വരുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.